If the nullity of a matrix is 1, then the value of k is ഇതായിരുന്നു നമുക്ക് സെറ്റിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. നമുക്കവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് 101 011 11k. ആ മെട്രിക്സിൻ്റെ നള്ളിറ്റി 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നള്ളിറ്റി അവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് റാങ്ക് നള്ളിറ്റി തിയറം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കാം. റാങ്ക് നള്ളിറ്റി തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഓഫ് എ. അവിടെ എ എന്ന് പറയുന്നത് മെട്രിക്സ്. ആ മെട്രിക്സിൻ്റെ റാങ്ക് പ്ലസ് നള്ളിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ നമുക്കവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് 101 011 11k ആണ്. അതിൻ്റെ നള്ളിറ്റി 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ റാങ്ക് നള്ളിറ്റി തിയറം വെച്ചിട്ട് എന്ത് മനസ്സിലാക്കാം? റാങ്ക് എ പ്ലസ് നള്ളിറ്റി 1 ആണ്. അപ്പോൾ നമ്മളവിടെ പ്ലസ് 1 ഇട്ട് കൊടുക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? നമ്പർ ഓഫ് കോളംസ് ഓഫ് എ എന്നാണ് തിയറം പറയുന്നത്, അതായത് 3. സോ ഇത് വെച്ച് നമുക്ക് എന്ത് പറയാം? റാങ്ക് എ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? ഞാൻ അവിടെ നിന്ന് എഴുതാം. റാങ്ക് എ ഈസ് ഈക്വൽ ടു 3 - 1 വിച്ച് ഇസ് ഈക്വൽ ടു 2. ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് റോസ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് റോസ് ഇൻ റെഡ്യൂസ്ഡ് ഫോം അല്ലേ? റെഡ്യൂസ്ഡ് ഫോമിൽ എക്ലൻ ഫോമിൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് റോസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? 2 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ മെട്രിക്സ് എന്തായിരിക്കും? സിംഗുലാർ മെട്രിക്സ് ആയിരിക്കും. കാരണം അതിന് മൊത്തം 3 റോ ആണുള്ളത്. പക്ഷേ അതിലിപ്പോൾ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് റോസ് റെഡ്യൂസ്ഡ് ഫോമിൽ 2 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അതിനെയാണ് നമ്മൾ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ നള്ളിറ്റി കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ നള്ളിറ്റി അവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ഈ ഒരു കൺസെപ്റ്റിലോട്ട് എത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് കാണുക? 1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 0 ഡിറ്റർമിനൻ്റ് ഓഫ് 1k minus 0 plus 1 into determinant of 0 1 1 1 അല്ലേ? അപ്പോൾ അവിടെ സെക്കൻഡ് ടേം കംപ്ലീറ്റ് 0 ആയതുകൊണ്ടാട്ടോ എഴുതാത്തത്. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം 1 ഇൻറ്റു k മൈനസ് 1 ഇൻറ്റു 1 1 മൈനസ് 0 അത് ഓക്കെ, നമുക്കത് കളയാം. ബാക്കി പ്ലസ് 1 ഇൻറ്റു എന്താ വരുന്നത്? 0 ഇൻറ്റു 1 0 1 ഇൻറ്റു 1 1. അപ്പോൾ 0 മൈനസ് 1 ദിസ് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക? 0 ഇക്വേറ്റ് ചെയ്യുക. സോ ദിസ് ഇംപ്ലൈസ് എന്ത് വരും? k മൈനസ് 1 മൈനസ് 1 അല്ലേ? 0 മൈനസ് 1 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 0. സോ ദിസ് ഇംപ്ലൈസ് അഗെയിൻ നമുക്ക് എന്ത് പറയാം? k മൈനസ് 2 മൈനസ് 1 മൈനസ് 1 പറയുമ്പോൾ മൈനസ് 2. സോ k മൈനസ് 2 ഈക്വൽ ടു 0. സോ ദിസ് ഇംപ്ലൈസ് k ഈസ് ഈക്വൽ ടു 2 അല്ലേ? k മൈനസ് 2 0 പറഞ്ഞാൽ k ഈക്വൽ ടു 2. അപ്പോൾ കെയുടെ വാല്യൂ എന്താണ്? 2 ആണ്. ഓക്കെ.